അനേകം ആളുകളുടെ ഉള്ളിലെ വേദനയാണ്, എങ്ങനെ പാപത്തെ അതിജീവിക്കാൻ കഴിയും, എങ്ങനെ പാപത്തെ നേരിടാൻ പറ്റും. എല്ലാവരും പറയുന്നു പാപം ചെയ്യരുത്. ദൈവത്തിന്റെ ആത്മാവിന്റെ ആഗ്രഹം നാം പാപം ചെയ്യരുതെന്നാണ്. പാപം ചെയ്യുന്ന ജീവിതത്തെ ദൈവം മാനിക്കുന്നില്ല. ഏത് പാപത്തെയും നേരിടാൻ ആ പാപത്തെ അതിജീവിക്കണമെന്ന ശക്തമായ ആഗ്രഹം വേണം. പാപം ഉപേക്ഷിക്കണമെന്ന ആഗ്രഹം വരണമെങ്കിൽ ഈ പാപം കൊണ്ട് നിനക്ക് കിട്ടാതെ പോയ സൗഭാഗ്യങ്ങൾ എന്തെന്ന് നീ അറിയണം. ഓരോ പാപവും അനുദപിച്ചേറ്റു പറയുമ്പോ നിന്റെ കുടുംബത്തിൽ, നിന്റെ തലമുറയിൽ പുതിയ അനുഗ്രഹങ്ങൾ തുറക്കപ്പെടും. ഏത് പാപത്തിന്റെയും അടിസ്ഥാന സവിശേഷതയാണ് താൽക്കാലികമായിട്ടേ ഉള്ളൂ ഈ സുഖം. ട്രാൻഷ്യന്റ് ആണ്, നിലനിൽക്കാത്തതാണ്, താൽക്കാലികമാണ്, ക്ഷണികമാണ്. പാപവും പാപത്തിന്റെ സുഖവും മറയും.